ഇന്ന് ഞാൻ രുചി തേടി എത്തിയിരിക്കുന്നത് കണ്ണൂർ അഴീക്കോട് എന്ന സ്ഥലത്താണ്. നമ്മോടൊപ്പം പുതിയൊരു വിഭവമായിട്ട് ദേവികയുണ്ട്. ദേവിക, ഹലോ. ഹലോ. എന്താണ് ഇന്ന് പുതിയതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മയണൈസ് ബോൾ ആണ്. സോ ഇതൊരു ഈവനിങ് സ്നാക്കിൽ പെടുന്നതാണ്. ആണല്ലേ? ഓക്കെ. അപ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന്. ഇതിൽ ചില്ലി പൗഡർ ഉണ്ട്, ചില്ലി പൗഡർ, ക്രഷ്ഡ് ജിഞ്ചർ ആൻഡ് ഗാർലിക്. ഓക്കെ. പിന്നെ ഇത് മൈദ, കോൺഫ്ലവർ. ഓക്കെ. പിന്നെ ഗരം മസാല, പെപ്പർ പൗഡർ, ഓക്കെ, ഒനിയൻ, പിന്നെ ലൈം, ഓക്കെ, പിന്നെ മാഷ്ഡ് പൊട്ടാറ്റോ, ഓക്കെ, പിന്നെ നമ്മുടെ മല്ലിയില, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ മെയിൻ ആയിട്ടുള്ളത് ചിക്കൻ. ഇത് എത്ര ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്? 250 grams. അപ്പോൾ 250 gram ചിക്കൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളോട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ പോവല്ലേ? അപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഇന്ന് എന്താണ് സ്പെഷ്യലായിട്ട് ചെയ്യാൻ പോകുന്നത് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. പാൻ എടുത്ത് വെച്ചു. ദെൻ നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഓക്കെ. ഇനി അടുത്തതായി നമുക്ക് ഓയിൽ ഒഴിക്കും. ഒരു 2-3 tablespoon. ഓക്കെ. 2-3 tablespoon ഓയിലാണ് നമ്മൾ പാനിലേക്ക് ഒഴിക്കുന്നത്. സാധാ ഓയിൽ, കോക്കനട്ട് ഓയിൽ. ഓക്കെ. ഇനി ക്രഷ്ഡ് ജിഞ്ചർ ആൻഡ് ഗാർലിക്. ഓക്കെ. ക്രഷ്ഡ് ജിഞ്ചർ ആൻഡ് ഗാർലിക് ആണ് നമ്മളിനി ആഡ് ചെയ്യുന്നത്. ക്രഷ്ഡ് ജിഞ്ചർ ഗാർലിക് നമുക്കിനി നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഓക്കെ. അതിനുശേഷം എന്താണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്? ഒനിയൻ. നമ്മൾ ഇത് എത്ര ഒനിയൻ എടുത്തിട്ടുണ്ട്? ഒരു ഒനിയൻ. ഓക്കെ. അത് നമുക്കിതിലേക്ക് കുറച്ച് സോൾട്ട്, ഒരു പിഞ്ച്. ഒരു പിഞ്ച് സോൾട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് കുറച്ച് നേരം വഴറ്റിയെടുക്കാം. ഏകദേശം എത്ര നേരത്തേക്ക് നമ്മൾ അതിൻ്റെ കളർ ഒന്ന് ചെറുതായി ചേഞ്ച് ആവുന്നത് വരെ? അതിനുശേഷം നമ്മൾ എന്താണ് ആഡ് ചെയ്യാൻ പോകുന്നത്? അതിനുശേഷം നമ്മൾ ചിക്കനാണ്. ഓക്കെ. 250 grams ചിക്കൻ. ഓക്കെ. അപ്പോൾ ഏകദേശം ഇപ്പോൾ കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇനി എന്താണ് ചിക്കൻ നമുക്കിടാം. ഇതിലേക്ക് നമ്മൾ 250 grams ചിക്കൻ നമ്മൾ ആഡ് ചെയ്യും. അതിലേക്ക് നമുക്ക് ചില്ലി പൗഡർ 2 tablespoon. ഇതിലേക്ക് നമ്മൾ 2 tablespoon മുളക് പൊടി ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം പെപ്പർ പൗഡർ എത്ര ഉണ്ട്? അര ടീസ്പൂൺ പെപ്പർ പൗഡർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഗരം മസാല അതൊരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ച് നമ്മൾ ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ഇനി ഏകദേശം എത്ര ടൈം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യണം? ഒരു 10 minutes നമുക്കിതൊന്ന് മൂടി വെക്കണം. 10 minutes നമ്മളിതൊന്ന് മൂടി വെക്കണം. ലോ ഫ്ലെയിമിലാക്കിയ ശേഷം 10 minutes നമ്മൾ മൂടി വെച്ച് വേവിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് ആയിട്ടുണ്ടല്ലേ? ഓക്കെ. ഈ ഒരു പാകത്തിന് വെന്ത് വരണം. ഇനി എന്താ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്? നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മാഷ്ഡ് പൊട്ടാറ്റോ. ഓക്കെ. മാഷ്ഡ് പൊട്ടാറ്റോ വേവിച്ച് ഉടച്ച് വെച്ച പൊട്ടാറ്റോ ആണ്. എത്ര പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് ഇതിന്? ഒരു 2 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ. പൊട്ടാറ്റോയും ചിക്കനും എല്ലാം കൂടെ മിക്സ് ആവുന്ന വരേക്കും നമ്മളിങ്ങനെ ഇളക്കി. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് മല്ലിയില നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ളത്. കുറച്ച് ലൈം, ഒരു ടേബിൾ. എത്ര ലൈം എടുത്തിട്ടുണ്ട്? ഒരു ടേബിൾ സ്പൂൺ ലൈം.
ലെമൺ എത്ര എടുത്തിട്ടുണ്ട്? ഒരു ലെമൺ ജ്യൂസ് ആണ് ഇതുള്ളത്. ആഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇത് തണുക്കാൻ വേണ്ടി വെക്കുകയാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എത്ര സമയം എടുക്കും ഏകദേശം? തണുത്ത ഉടനെ നമുക്ക് അടുത്തതിലേക്ക് പോകും. അടുത്ത് നമ്മൾ എന്താ ചെയ്യാൻ? 10 minutes. ഓക്കെ, 10 minutes. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മളിത് ബോൾസ് ആക്കി അതുപോലെ മയോണൈസ് ഫിൽ ചെയ്തിട്ട് ഓക്കെ ഫ്രൈ ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തണുത്തിട്ടുണ്ടല്ലേ? തണുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വേറെ ബൗളിലേക്ക് മാറ്റുവാണ്. നമ്മളിതിങ്ങനെ റൗണ്ട് ആക്കി എടുക്കണം. ഇതിന്റെ പേര് ഒന്നുകൂടെ ദൈവിക ഒന്ന് പറഞ്ഞു. ചിക്കൻ മയോണൈസ് ബോൾ. ഓക്കെ, വെറൈറ്റി നെയിം ഒക്കെ ആണല്ലോ. നെയിംസ് എല്ലാം കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 സ്പൂൺ കോൺഫ്ലവർ പൗഡർ. നമുക്ക് നന്നായി ഒന്ന് കുഴക്കണം. കൈകൊണ്ട് തന്നെ നന്നായിട്ട്, എന്നാൽ മാത്രമേ എനിക്ക് തോന്നുന്നു നല്ല കുഴഞ്ഞ പരുവത്തിലായി കിട്ടുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്നൊരു ടേസ്റ്റ് വരണമെങ്കിൽ നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായി മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈ ഒന്ന് ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്യാം. ഓക്കെ, നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം. കയ്യിൽ ഓയിൽ ആക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇതൊക്കെ പറ്റി പിടിക്കില്ല. ഓക്കെ, ഇത്തിരി ഈസി ആയിട്ട് എടുക്കാം. തണുപ്പിച്ച് കോൺഫ്ലവർ ആഡ് ചെയ്തു. ദെൻ നമ്മളിപ്പം ബോൾസ് ആക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മീഡിയം വലിപ്പം. അപ്പോൾ നമ്മൾ 4 ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോൺഫ്ലവറും മൈദപ്പൊടിയും മിക്സ് ചെയ്യാം. ഓക്കെ, 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നന്നായി മിക്സ് ചെയ്യണം. നമുക്ക് മയോണൈസ് ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം വിട്ടുപോയൊരു ഐറ്റം ഉണ്ട്, ഈ മയോണൈസ്. നമ്മുടെ മെയിൻ ഐറ്റം ആണ് ചിക്കൻ മയോണൈസ് ബോൾ. അപ്പം മയോണൈസ് നമ്മൾ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ വിട്ടുപോയിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മയോണൈസ് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഐറ്റത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ലാസ്റ്റ്. സോ നമുക്ക് മയോണൈസ് ഫില്ല് ചെയ്യാം. ഓക്കെ, ബോൾ എടുത്ത് നന്നായിട്ടൊന്ന്. ഓക്കെ, വീണ്ടും നമ്മൾ ഒരു കർവ് പോലെയാണ് കൈ വരേണ്ടത്. ഓക്കെ, കുറച്ച് മയോണൈസ് നമുക്കിതൊന്ന് മൂടാം. ഓക്കെ, അതിന് നടുവിൽ ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കി അതിലേക്ക് ദെൻ മയോണൈസ് ഫില്ല് ചെയ്തു. ദെൻ വീണ്ടും റൗണ്ട് ഷേപ്പ് ആക്കുവാണ്. മയോണൈസ് കൂടിപ്പോകാൻ പാടില്ല. ഇതേപോലെ എല്ലാ ബോൾസും ഉള്ളിൽ മയോണൈസ് ഫില്ല് ചെയ്ത്
അപ്പോൾ മയണൈസ് പുറത്ത് കാണാത്ത രീതിയിൽ ശരിക്കും അത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ദേവിക. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച മിക്സിലേക്ക് കോൺഫ്ലവറും മൈദയും കൂടെ ചേർത്ത ആ ഒരു മിക്സ്ചർ ഓക്കെ അതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഓക്കെ. നമുക്കെല്ലാ ബോൾസും ഇങ്ങനെ നിന്ന് 4 ബോൾസും നമ്മൾ ആ ഒരു മിക്സ്ചർ പൗഡറിൽ നമ്മൾ ഡിപ്പ് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാനുള്ളൊരു ഓയിലിൽ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നത്? നെക്സ്റ്റ് ഈ ബോൾസ് നമ്മൾ എഗ്ഗിലേക്ക് മുക്കി എഗ്ഗിലേക്ക് ഇത് എത്ര എഗ്ഗ് എടുത്തിട്ടുണ്ട്? 2 എഗ്ഗ്. ഓക്കെ. അപ്പോൾ ഈ എഗ്ഗിലേക്ക് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇല്ല, നന്നായിട്ട് അടിച്ചു. ഓക്കെ. അതിലേക്ക് നമ്മൾ ഇത് ഡിപ്പ് ചെയ്ത് എന്നിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് എന്നിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമുക്കിതിനി ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി പാന് വെക്കാം. ചീനച്ചട്ടിയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. സോ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിനി അത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ എത്ര മുട്ടയായിരുന്നു ഇത്? 2 മുട്ട. 2 മുട്ട നന്നായിട്ട് പൊട്ടിച്ച് എടുത്ത് പിന്നെ അടിച്ചെടുത്താണല്ലേ? അതിൽ ഡിപ്പ് ചെയ്യാം. പൊട്ടിപ്പോകാതെ സൂക്ഷിക്കണം. ഓക്കെ. നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് ഇടാം. ഓക്കെ. ബ്രെഡ് ക്രംസ് ഇതിലേക്ക് വീണ്ടും ഒന്ന് ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സോ ഇത് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിനി സെർവ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ചിക്കൻ മയണൈസ് ബോൾ റെഡി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. ആൻഡ് ഫ്ലെയിം ഓഫ് ചെയ്തു. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മൾ ഗാർണിഷ് ചെയ്യണം. സോ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഐറ്റം ആണെന്ന് തോന്നുന്നു. യെസ്. അപ്പോൾ ഇതിങ്ങനെയാണോ? ഇങ്ങനെ തന്നെ. അപ്പോൾ നമ്മുടെ ചിക്കൻ മയണൈസ് ബോൾ റെഡി ആയിട്ടുണ്ട്. യെസ്. ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ചിക്കൻ മയണൈസ് ബോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ നമ്മുടെ കൗമുദി പ്രേക്ഷകർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഞാനത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. റെഡി? എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ വരും റിസൾട്ട്. ഇതിൽ ഡിപ്പ് ചെയ്ത് വേണം കഴിക്കാനല്ല. എന്തായാലും ചൂടോടുകൂടി ഇങ്ങനെ ഈ സോസിലൊക്കെ മുക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ദേവിക നല്ല അടിപൊളി ഒരു ഐറ്റമാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നത്. താങ്ക് യു സോ മച്ച്. വെൽക്കം. ലേഡീസ് അവറിൻ്റെ ഈ സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.